ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് പച്ചരി നേരത്തെ തന്നെ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 3 മണിക്കൂർ നേരമെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു പച്ചരി കുതിർത്ത് വെച്ചിരുന്നു. പച്ചരി എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും. കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പച്ചരിക്ക് എത്രത്തോളം വെള്ളമാണ് ഇതിൽ ചേർക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ഊറ്റിക്കളഞ്ഞത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് ചോറിട്ട് കൊടുക്കാം. റേഷനരിയുടെ ചോറോ സാധാ അരിയുടെ ചോറോ ഏതായിരുന്നാലും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തോടു കൂടി അരച്ചെടുക്കരുത്, കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ പരുവം കറക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജാറിലുള്ള മാവ് കൈവച്ചിട്ട് തുടച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കാൻ നിന്നാൽ പരുവം തെറ്റും. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ പലഹാരത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ദോശ ഒന്നുകൂടെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങ ചിരകി അരച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ദോശ ചുടാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവമാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്നും തടവി കൊടുത്തിട്ടില്ല. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നിറയെ ഹോളായിട്ട് വരുന്ന സമയത്ത് ഒരു 10-15 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇനി വെച്ചിരുന്നാൽ മതി. ആ ഒരു ഫ്ലെയിമിൽ തന്നെ എല്ലാം വേവിച്ചെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടും. ഇപ്പോൾ ഇതാ നല്ല സ്പോഞ്ച് പോലുള്ള പഞ്ഞി പോലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഇതിപ്പോൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ദോശ റെഡിയായി കിട്ടി. നമ്മളിതിൽ ഒട്ടും തന്നെ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല. എന്നാൽ കണ്ടാൽ ഉഴുന്നൊക്കെ ചേർത്ത പോലെ തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ മാവ് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുകയും ചെയ്തു. എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.